വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം ഫാൽക്കൺ പക്ഷിയെ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തി. മലപ്പുറം കോട്ടപ്പടിയിലെ ഒരു വീട്ടുമുറ്റത്താണ് ഫാൽക്കൺ പരുക്കേറ്റ് വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഫാൽക്കൺ ഗവേഷകനായ സുബൈർ മേടമലിന്റെ നിർദ്ദേശപ്രകാരം പക്ഷിയെ പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഫാൽക്കൺ എത്തുന്നത്. മലപ്പുറം കോട്ടപ്പടി സ്വദേശി മച്ചിങ്ങൽ മുസ്തഫയുടെ വീട്ടുമുറ്റത്താണ് പെരിഗ്രീൻ അഥവാ ഷഹീൻ ഫാൽക്കണിനെ പരുക്കേറ്റ നിലയിൽ വീണുകിടക്കുന്നത് കണ്ടത്. മാർച്ച് 21 വനദിനത്തിലാണ് മുസ്തഫയുടെ വീട്ടുമുറ്റത്ത് ഫാൽക്കൺ എത്തിയത്. തുടർന്ന് ഫാൽക്കൺ ഗവേഷകനും കാലിക്കറ്റ് സർവകലാശാലയിലെ ജന്തുശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സുബൈർ മേടമലിനെ വിവരമറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഒക്ടോബർ മാർച്ച് മാസങ്ങളിൽ ഫാൽക്കണുകളുടെ ദേശാടനം നടക്കാറുണ്ടെന്നും അക്കൂട്ടത്തിൽ മലപ്പുറത്തെത്തിയതാകാം ഈ പക്ഷിയെന്നും ഡോക്ടർ സുബൈർ പറഞ്ഞു. കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങി അതിനെ സംരക്ഷിക്കുകയാണ്. അതിന് മരുന്ന് കൊടുത്തു. അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ചിറകിനും കാലിനും പരിക്കുണ്ട്. അതിന് യാത്ര ചെയ്യാനോ പറക്കാൻ സാധ്യമല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ജീവിയാണ് പെരിഗ്രീൻ ഫാൽക്കൺ. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ ഈ പക്ഷി സഞ്ചരിക്കുന്നുണ്ട്. അത്ര ലോകത്ത് വെച്ച് ഏറ്റവും സ്പീഡ് കൂടിയ ജീവിയെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഞങ്ങൾ പല രൂപത്തിലും നോക്കി. ഈവൻ അത് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് അനങ്ങാൻ പോലും അതിന് സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല. അത്രക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാനതിനെ പരിചരിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു 1-2 ആഴ്ച പരിചരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പരിചരിച്ചുകൊണ്ട് അത് എപ്പോഴാണോ ഫ്രീ ആയിട്ട് പറന്നു പോകുന്നത് ആ സമയം വരെ സംരക്ഷിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഷഹീൻ ഫാൽക്കണുകൾ വനനശീകരണവും മറ്റു കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലം വംശനാശ ഭീഷണി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു മൈഗ്രേറ്ററി ബേർഡാണ്. സാധാരണ ഇന്ത്യ പാക് ബോർഡറിലും അതേപോലെ വടക്കേ ഇന്ത്യയിലുമാണ് ഇതിനെ ചിലയിടങ്ങളിലെങ്കിലും കാണാൻ സാധിക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വളരെ അപൂർവമായാണ് ഇവ മൈഗ്രേറ്റ് ചെയ്യാറുള്ളത്. 1991 സൈലന്റ് വാലിയിലെ നീലിക്കൽ ഡാം സൈറ്റിൽ വെച്ച് ഫാൽക്കണിനെ ഞാൻ സ്പോട്ട് ചെയ്തിരുന്നു. അതേപോലെ 2013 12 വർഷം മുമ്പ് നെല്ലിയാമ്പതിയിലെ മലനിരയിൽ വെച്ച് ഫാൽക്കണെ സ്പോട്ട് ചെയ്തിരുന്നു. 12 വർഷത്തിന് ശേഷം പിന്നെ ഫാൽക്കൺ കേരളത്തിലേക്ക് എത്തുകയാണ്. അതും മലപ്പുറത്താണ് നമ്മളിതിനെ കണ്ടെത്തിയിട്ടുള്ളത്. അതും പരിക്കേറ്റ രൂപത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഫാൽക്കൺ എത്തുന്നത്. ഇതിനു മുൻപ് 2013 നെല്ലിയാമ്പതിയിലും 1991 സൈലന്റ് വാലിയിലെ നീലിക്കൽ ഡാം സൈറ്റിലും പെരിഗ്രീൻ ഫാൽക്കണെ സുബൈർ മേടമൽ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഷഹീൻ അഥവാ പെരിഗ്രീൻ ഫാൽക്കണുകളാണ്. വടക്കേ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കാണപ്പെടുന്ന ഇവയെ ദക്ഷിണേന്ത്യയിൽ അപൂർവമായാണ് കാണപ്പെടാറുള്ളത്. കേരള വിഷൻ, തേഞ്ഞിപ്പലം.